പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ്സിയുടെ സ്കോട്ടിഷ് താരം കോണർ ഷീൽസിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ്. ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് വ്യക്തമല്ലെങ്കിലും ഈ അവസരത്തിൽ ചില താരതമ്യ പഠനങ്ങളും കണക്കുകളും നോക്കുന്നത് എന്തായാലും നന്നായിരിക്കും. ചെന്നൈയിൻ എഫ്സിയുടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ് കോണർ ഷീൽസ് നിലവിൽ. ഇക്കഴിഞ്ഞ ISL സീസണിൽ 1 ഗോളും 8 അസിസ്റ്റുകളുമാണ് താരത്തിന്റെ പേരിലുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് കോണർ ഷീൽസിന് വേണ്ടി വലവീശുക എന്നാൽ അതിനർത്ഥം ക്ലബിന്റെ ഇപ്പോഴത്തെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പൊസിഷനിലുള്ള അഡ്രിയാൻ ലൂണയ്ക്ക് പകരക്കാരനാകാൻ വേണ്ടിയാകും എന്നത് തർക്കമില്ലാത്ത സംഗതിയാണ്. കഴിഞ്ഞ സീസണിൽ നിറം മങ്ങിപ്പോയ ബ്ലാസ്റ്റേഴ്സ് നായകന് 1 ഗോൾ പോലും നേടാൻ കഴിഞ്ഞില്ല എന്നതും നിരാശപ്പെടുത്തുന്ന കാര്യമാണ്. 6 അസിസ്റ്റുകൾ മാത്രമാണ് ലൂണയുടെ ആകെ സമ്പാദ്യം. നായകനായ ലൂണ അവസരത്തിനൊത്ത് ഉയരാൻ കഴിയാഞ്ഞത് ഫുട്ബോൾ ആരാധകർക്കിടയിൽ അസംതൃപ്തിയും സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ അവസ്ഥയിലാണ് ഷീൽസിന്റെ പേര് ഉയർന്നു കേൾക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ കോർണർ ഷീൽസിനെ സ്വന്തമാക്കാൻ ബംഗളൂരു FC, ഈസ്റ്റ് ബംഗാൾ പോലെയുള്ള ക്ലബ്ബുകളും രംഗത്തുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ പരിശീലകൻ ഇവാൻ വുക്കോമനോവിച്ചിനെ പോലെ തന്നെ ഫുട്ബോൾ പ്രേമികൾക്കിടയിൽ വലിയ ആരാധകരുള്ള താരമാണ് അഡ്രിയാൻ ലൂണയും. സൂപ്പർ കപ്പിലെ പ്രകടനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ലൂണയുടെ ഭാവിയും ക്ലബിൽ നിർണയിക്കപ്പെടുക. മുൻപ് സൂചിപ്പിച്ചതുപോലെ സൂപ്പർ കപ്പ് എന്നത് പരിശീലകൻ ഡേവിഡ് കറ്റാലയുടെ ഒരു ഡിസിഷൻ പോയിന്റ് തന്നെയാണ്. അണിയറ നാടകങ്ങളും നീക്കങ്ങളും ഒക്കെ മറനീക്കി പുറത്തു വരുന്നത് സൂപ്പർ കപ്പിന് ശേഷമായിരിക്കും എന്നതിനാൽ അതുവരെ കാത്തിരുന്നേ മതിയാവും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.